സ്പോട്ട് ലൈവ് തുടരുന്നു. കാസർഗോഡ് ജില്ലയിൽ ആശങ്ക ഉയർത്തി വീണ്ടും കവർച്ചാ പരമ്പര. ഇത്തവണ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ കടകളിലെ 4 കടകളിലാണ് കവർച്ച നടന്നത്. കവർച്ചാ സംഘത്തിന്റെ CCTV ദൃശ്യം ന്യൂസ് 18 ലഭിച്ചു. മോഷണം നടത്തിയ മൂവർ സംഘം ടൗൺ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്നതും CCTVയിലുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, നമുക്ക് പതിവായി ബൈജു തന്നെ കാസർകോട്ടെ കവർച്ചാ പരമ്പരകളെ കുറിച്ച് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പോലീസ് സ്റ്റേഷന്റെ, അതായത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് കവർച്ച നടക്കുക, പോലീസുകാർ അറിഞ്ഞില്ല, അതിന് സമീപത്ത് കൂടി ഇവർ പോകുന്ന CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. എന്തെങ്കിലും സൂചനയുണ്ടോ പ്രതികളെ കുറിച്ച്? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കവർച്ചാ പരമ്പര തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്നതും കവർച്ചാ കേസുകളുള്ള വീടുകളിലായാലും ക്ഷേത്രങ്ങളിലായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലാണ് കവർച്ചയും കവർച്ചാ ശ്രമവും ഉണ്ടായത്. അതും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്നാണ്. അതായത് 500 മീറ്റർ ചുറ്റളവിൽ മാത്രം നടന്ന കവർച്ചകളാണ് ഇന്നലെ, അതായത് ശനിയാഴ്ച രാത്രി 12 മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ 7 മണിക്ക് ഇടയിൽ 4 കടകളിൽ മോഷണം നടന്നു. കറന്തക്കാട് നിന്നും ഇത്തരത്തിൽ മോഷ്ടിക്കുന്ന സമയത്തുണ്ടായ CCTV ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും 50,000 രൂപയും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഈ മോഷ്ടാവ് കൊണ്ടുപോയി. 3 പേരാണ് ഇത്തരത്തിൽ കവർച്ച നടത്താൻ എത്തുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത്. മുഖം മൂടി ധരിച്ചെത്തിയ ഇവർ ഈ സെൻട്രൽ ലോക്ക് ഇല്ലാത്ത ഷട്ടറുകൾ നോക്കിയാണ് ഇത്തരത്തിൽ പൊക്കി ഈ ഷട്ടറിന്റെ അകത്തേക്ക് കടന്ന് ഈ രീതിയിൽ കവർച്ച നടത്തുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ തായലങ്ങാടി ഭാഗത്താണ് കവർച്ച നടന്നത്. അതായത് റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ് ഈ തായലങ്ങാടി എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ഇത്തരത്തിൽ കവർച്ച നടത്തി. ഇവിടെ നിന്നും 55,000 രൂപയാണ് കവർച്ച നടന്നത്. നിരവധി സാധനങ്ങൾ ഇവിടുന്ന് കടത്തുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കവർച്ചക്കാർ 2 ദിവസം ഇവിടെ തമ്പടിച്ച് ഏതെങ്കിലും ട്രെയിനിൽ ഇവിടെ നിന്നും തിരിച്ചു പോയോ എന്ന ഒരു സംശയവും പോലീസിനുണ്ട്. എന്തായാലും നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റ് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ അന്തർ സംസ്ഥാനത്ത് നിന്നുമായി നിരവധി കവർച്ചാ സംഘങ്ങൾ കാസർഗോഡ് തമ്പടിക്കുന്നുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തണമെന്ന് പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോൾ കാസർഗോഡ് നഗരത്തിൽ പോലും രാത്രി പോലീസ് പെട്രോളിംഗ് ഇല്ല. അത് പ്രധാനമായും പോലീസുകാരുടെ കുറവ് കൊണ്ടാണ് ഇത്തരത്തിൽ പെട്രോളിംഗ് നിർത്തിവെച്ചതെന്ന ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുണ്ട്. ഇതെല്ലാം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കാലവർഷം കൂടി ശക്തി പ്രാപിച്ചതോടുകൂടി ഈ കവർച്ചക്കാരുടെ ഇതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഈ പോലീസ് സ്റ്റേഷന് തൊട്ട് മൂക്കിന് താഴെ നടന്ന ഒരു ഇതുവരെയായും മഴക്കാലമായതിനാൽ മോഷണം വലിയ വർദ്ധിക്കുന്നുണ്ട്. മോഷണം തടയാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് പോലീസ് നിർദ്ദേശമൊക്കെ രാത്രികാലങ്ങളിൽ എങ്ങനെ വീട് പൂട്ടി കഴിയണം, പുറത്തു പോകുമ്പോൾ ജാഗ്രത വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ബൈജു സൂചിപ്പിച്ചതുപോലെ പോലീസ് സേനയുടെ കുറവായിരിക്കാം, പോലീസ് വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നൊരാക്ഷേപം നാട്ടുകാരൊക്കെ ഉയർത്തുന്നത്. ഇതുവരെ ഈ മാസം തന്നെ നിരവധി കവർച്ചാ കേസുകൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തു. ഏതെങ്കിലും കേസുകളിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞോ? ഇത് കൂടുതലും ഇതര സംസ്ഥാനക്കാരാണ് മോഷണം നടത്തുന്നതെന്ന് പറയുമ്പോഴും ഇതിനൊക്കെ ചില പ്രാദേശിക സഹായവും ലഭിക്കുന്നില്ലേ ബൈജു?